ഇതാണ് MySQLൻ്റെ ഓൺലൈൻ കമ്പൈലർ. അപ്പോൾ ഞാൻ തന്ന ആ ലിങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിലാണ് നമ്മളെ ക്വറീസൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിൻഡോ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വറീസ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെയുള്ള കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം റഫായിട്ട് നിങ്ങളൊരു ടേബിൾ വരയ്ക്കുക. ഏത് ടേബിളാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ ടേബിൾ ഒന്ന് റഫായിട്ട് വരച്ച് നോക്കുക. അപ്പോൾ അതിൽ എത്ര ഫീൽഡ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ഫീൽഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ 5 ഫീൽഡ് ആണെങ്കിൽ 5 കോളംസ് വരയ്ക്കുക. ആ കോളംസിനൊക്കെ ഓരോ പേര് കൊടുക്കുക. ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ റഫായിട്ട് നോക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കമാൻഡ് നമ്മളെ ക്വറി ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിലെത്ര കോളംസ് പറഞ്ഞിട്ടുണ്ട്, ID എന്ന് പറയുന്ന കോളം ഉണ്ട്, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ട്, ഏജ് ഉണ്ട്, പിന്നെയോ പിന്നെന്തുള്ളത് മൊബൈൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 4 കോളംസ് ഉള്ള ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്, DDL കമാൻഡ്സ് വെച്ചിട്ട് അത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിച്ചത് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, കൺസ്ട്രെയിൻസ് ശരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ശരിക്കും കണ്ടിട്ട് വന്നിട്ട് ഇത് കാണാം. ഓക്കെ, അതല്ലാതെ മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ ക്ലാസ് ശരിക്കും കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡൊക്കെ നമുക്കറിയാം അല്ലേ, DDL കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, DDL കമാൻഡ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കൺസ്ട്രെയിൻ യൂസ് ചെയ്യുക. കാരണം നമ്മളൊരു ടേബിളിൻ്റെ സ്ട്രക്ചറിൽ ആണ് ഈ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഒരു കോളത്തിൽ എന്തൊക്കെ ഡാറ്റ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ റെസ്ട്രിക്ഷൻസ് അല്ലേ, കുറേ റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ഡാറ്റയായിട്ട് ബന്ധമില്ല, പക്ഷെ എന്താണ്, ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് DDL കമാൻഡ് യൂസ് ചെയ്യുന്നത്, DDL കമാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കീവേഡ്സ് ക്രിയേറ്റ് ടേബിളിൻ്റെ നെയിം അല്ലേ. അപ്പോൾ ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ട് സ്റ്റുഡൻ്റ് എന്നുള്ള പേരിലൊക്കെ കുറേ ടേബിൾസ് അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ക്ലാസ് നെയിം CS3 സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. മറ്റ് സെയിം ചിലപ്പോൾ അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിയേറ്റ് ടേബിളിൻ്റെ പേര് കൊടുത്തു. ഇനി ബ്രാക്കറ്റിൽ നമ്മൾ ഓരോ കോളംസ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക അല്ലേ. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ID അല്ലേ. ID കൊടുത്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ കൊടുക്കുക, IDക്ക് ഇൻറ്റ് കൊടുക്കുക അല്ലേ. അതിൻ്റെ സൈസ് എത്ര കൊടുക്കണം, നമുക്കൊരു 3 കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് കോളം IDക്ക് നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, അതിൻ്റെ സൈസ് 3 കൊടുത്തു. ഇനി കൺസ്ട്രെയിൻറ്റ് എന്തെങ്കിലും ഈ കോളത്തിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത് അല്ലേ. അതായത് കോളം നെയിം കൊടുത്തു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു, അതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൈമറി കീ, അതേപോലെ തന്നെ ഇതൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോളത്തിന് കൊടുക്കാൻ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ IDക്കാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രൈമറി കീ ആയിട്ട് കൊടുക്കുക അല്ലേ. അത് റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതേപോലെ തന്നെ നോട്ട് നള്ളായിട്ട് കൊടുക്കുക. കാരണം എല്ലാവർക്കും ID ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരാൾ ID വേറൊരാൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ID ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രൈമറി കീ. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കൺസ്ട്രെയിൻറ്റും കൂടി വേണമെങ്കിൽ കൊടുക്കാം അല്ലേ, നോട്ട് നൾ, കാരണം നള്ളാക്കി ഇടാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ 2 കൺസ്ട്രെയിൻറ്റ് നമ്മളിവിടെ ആ ഫസ്റ്റ് കോളത്തിന് ID എന്ന് പറയുന്ന കോളത്തിന് നമ്മൾ 2 കൺസ്ട്രെയിൻറ്റ് കൊടുത്തു. ഇനി അപ്പോൾ അത് കഴിഞ്ഞു, കോമട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പേര് പറഞ്ഞു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞു, പിന്നെ 2 കൺസ്ട്രെയിൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെ നെയിമാണ് അല്ലേ, കോളം നെയിമാണ്. നെയിമിൻ്റെ ടൈപ്പ് നമ്മളെന്താ കൊടുക്കുക? നമുക്ക് വാർക്കെയർ കൊടുക്കുക അല്ലേ, നെയിം വാർക്കെയർ ആണ്. അതിൻ്റെ സൈസ് അതുപോലെ നമ്മൾ 15 കൊടുത്തു. സോറി, വാർക്കെയർ 15. ഓക്കെ, ഇനി നെയിമിന് നമ്മൾ എന്തെങ്കിലും കൺസ്ട്രെയിൻറ്റ് കൊടുക്കണോ? വേണമെങ്കിൽ നോട്ട് നൾ കൊടുക്കുക അല്ലേ. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ആ കോളമിൽ എന്തെങ്കിലും നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അല്ലേ, കാരണം ആ ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല, ആ കോളം ബ്ലാങ്ക് ആക്കി. കാരണം ഒരാൾക്ക് നെയിം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ആ കോളം ബ്ലാങ്ക് ആക്കി ഇടില്ലല്ലോ. അപ്പോൾ നോട്ട് നൾ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓരോ കൺസ്ട്രെയിൻറ്റും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അല്ലാതെ നെയിമിൻ്റെ അവിടെ നമുക്ക് യുണീക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഒരേ പേരിൽ ഒന്നിലധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കൺസ്ട്രെയിൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം നോക്കുക. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ പറയും ഇന്ന കൺസ്ട്രെയിൻറ്റ് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളത്തിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഡിസൈഡ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം നിങ്ങളൊരു ടേബിൾ റഫായിട്ട് വരച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അതിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നെയിമിന് നമ്മൾ നോട്ട് നൾ കൊടുത്തു. അടുത്തത് ഏജ് ആണ് അല്ലേ. ഏജിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാ? ഇൻ്റ് ആണ്. ഇൻ്റ്. നമ്മൾ സൈസ് എത്ര കൊടുക്കണം? 2 ഡിജിറ്റ് മതി അല്ലേ. ഏജ് നമ്മൾ 2 അല്ലേ ഉണ്ടാവുള്ളൂ, 3 ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ 2 മതി. ഓക്കെ, സോറി. ഇനി ഇതിന് ഏജിന് നമ്മൾ എന്തെങ്കിലും കൺസ്ട്രെയിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? അതായത് ചെക്ക് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട് അല്ലേ, അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏജ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക അല്ലേ. 15 വയസ്സിൽ മേലുള്ളവരത് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയണം അല്ലേ. കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഏജ് ഗ്രേറ്റർ ദാൻ 15 അല്ലേ. ഏജ് ഗ്രേറ്റർ ദാൻ 15 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏജിൻ്റെ കൊടുത്തു. ഏജിൻ്റെ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും കോമട്ട്. ഇനി എന്താ ഉള്ളത്? മൊബൈൽ നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ മൊബൈൽ നമ്പറിന് മോബ് എന്ന് കൊടുക്കുക. കോളം മോബ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. ഓക്കെ, അതിൻ്റെ ടൈപ്പ് ഏതാ? ഡാറ്റ ടൈപ്പ് മൊബൈൽ നമ്പർ കുറച്ച് വലുതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റ് അല്ല, നമ്മൾ ബിഗ് ഇൻറ്റ് കൊടുക്കുക അല്ലേ. ബിഗ് ഇൻറ്റ്. അതിൻ്റെ സൈസ്, മൊബൈൽ നമ്പറിൻ്റെ സൈസ് 10 അല്ലേ. ഓക്കെ, ഇത് ഓട്ടോ കറക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സ്പേസ് അടിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. മൊബൈൽ നമ്പർ ബിഗിൻറ്റ് 10 കൊടുത്തു. ഇനി ഇതിന് എന്തെങ്കിലും ഈ കോളത്തിന് എന്തെങ്കിലും കൺസ്ട്രെയിൻ പറഞ്ഞിട്ടുണ്ടോ? യുണീക്ക് കൺസ്ട്രെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൊബൈൽ നമ്പർ യുണീക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ യുണീക്ക് കൊടുക്കാം.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം അല്ലേ? ഏത് ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത്? ഇവിടെ തുടക്കത്തിലുള്ള ഇവിടെയുള്ള ആ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ? അതിനിടയിലൊക്കെ ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റൊക്കെ നമ്മൾ അവിടെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു അല്ലേ? അപ്പോൾ എന്തായി? ആ ഒരു ക്വറി കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്വറി ഒന്നും കൂടി വായിച്ചു നോക്കുക. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് കൊടുത്തു, ഐ ഡി ആണ് ഫസ്റ്റ് കോളം. അതിന് നമ്മൾ പിന്നെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്, അപ്പോൾ നമ്മൾ ഇൻറ്റി 3 എന്ന് കൊടുത്തു. പിന്നെ അതിന് 2 കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്തു അല്ലേ? ഒന്ന് പ്രൈമറിയും അതുപോലെ തന്നെ നോട്ട് നള്ളും, 2 കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത കോളം നെയിമാണ്, അതിന് വേർക്കാർ ഡാറ്റ ടൈപ്പ് വേർക്കാർ സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻറ്റും നെയിമിന് കൊടുത്തു. അപ്പോൾ നമ്മൾ നോട്ട് നൾ ഇപ്പം ഐ ഡിക്ക് അതുപോലെ തന്നെ നെയിമിനുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫീൽഡ് എന്തായാലും നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. അല്ലാതെ ബ്ലാങ്ക് ആക്കിയിടാൻ പാടില്ല, നള്ളാക്കിയിടാൻ പാടില്ല. ഓക്കെ, ഇനി ഏജ് നമ്മൾ ഇൻറ്റ് കൊടുത്തു, 2 സൈസ് കൊടുത്തു. പിന്നെ ഏജിനൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്, എന്താണ്? ചെക്ക് അല്ലേ? എന്താ ചെക്ക് ചെയ്യേണ്ടത്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഏജ് ഗ്രേറ്റർ ദാൻ 15 അല്ലേ? ഏജ് ഗ്രേറ്റർ ദാൻ 15 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 15 ആണെങ്കിൽ മാത്രം എന്തേ ഉള്ളൂ, ആ ഡാറ്റ അതിൽ ഇൻസേർട്ട് ആവുള്ളൂ. ഓക്കെ, അടുത്തത് മൊബൈൽ നമ്പർ ടൈപ്പ് ബിഗിൻറ്റ്, അതുപോലെ യുണീക്ക് എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ MySQL പിന്നെ ഇപ്പം സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ക്വറി ടൈപ്പ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ ഇട്ടിട്ട് എൻ്റർ അടിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റണ്ണ് കമാൻഡ് ബട്ടൺ ഉണ്ട്, റൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഇപ്പോൾ റൺ ഇറ്റ് ഞാൻ പ്രസ് ചെയ്യാൻ പോവുകയാണ്. റൺ ഇറ്റ് പ്രസ് ചെയ്തു. ഇപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കാണാം. ഇപ്പോൾ ഇവിടെ എന്താണുള്ളത്? അബ്സല്യൂട്ട് സർവീസ് ടൈം 0.4 സെക്കൻഡ്. അതായത് എറർ ഒന്നുമില്ല. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യായിരുന്നു. എറർ ഒന്നുമില്ല, നമ്മൾ ക്വറി 0.4 സെക്കൻഡിൽ എന്ത് ചെയ്തു? എക്സിക്യൂട്ടായി അല്ലേ? അതിൻ്റെ മീനിങ് ആ ഒരു പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ അതായത് എത്ര കോളംസ് ആണ് അതിൻ്റെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രെയിൻറ്റും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. നേരെ മറിച്ച് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ MySQLൻ്റെ ആ കമ്പൈലറിൽ ടേബിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. പക്ഷെ ഇതിൽ അങ്ങനെ വരില്ല. ഇതിൽ നിന്നാണ് അത് എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആ ഡിസ്പ്ലേ എത്ര ടൈം എടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന കോളംസും അതേപോലെ തന്നെ ഈ കൺസ്ട്രെയിൻറ്റും വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ലാതെ വേറെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ടേബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും. അതാണ് ഇന്നലെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനിയിപ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ, അതിൻ്റെ സ്ട്രക്ചർ വ്യൂ ചെയ്യാൻ നമ്മൾ എന്ത് കമാൻഡാണ് യൂസ് ചെയ്യാം? ഡിസ്ക്രൈബ് അല്ലെങ്കിൽ DESC അല്ലേ? DESC ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൊടുത്തു നോക്കാം. അപ്പോൾ ഇനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാദ്യം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അത് കാണാൻ വേണ്ടി ഡിസ്ക്രൈബ് അല്ലേ? ഡിസ്ക്രൈബ് അല്ലെങ്കിൽ DESC. ഇനി ടേബിളിൻ്റെ പേരെന്തായിരുന്നു? CS3 സ്റ്റുഡൻറ്റ് അല്ലേ? എന്നിട്ട് സെമിക്കോളൻ ഇടുക. ഓക്കെ, ഇനി റൺ ചെയ്യാൻ പോവാണ്, റൺ ഇറ്റ് അടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ? ഇപ്പോൾ താഴെ കാണുന്ന ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് മീൻസ് ആ ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നോക്കുക. ആദ്യം
ഫസ്റ്റ് വൺ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻ്റാണ്. 3 സൈസ്. നള്ളാണോ എന്ന് അല്ല, നമ്മൾ നോട്ട് നൾ കൊടുത്തതുകൊണ്ടാണ് അവിടെ നോ എന്ന് വന്നത്. പിന്നെ കീ പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഫീൽഡ് നെയിമാണ്, അതിന് വേർക്കാർ. പിന്നെ നോട്ട് നൾ നമ്മൾ നോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏജിൻ്റെ സൈസ് നമ്മൾ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നള്ള് യെസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ബിഗ് ഇൻറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ യെസ്. കീ അതായത് യൂണിക് കീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ചെയ്തു. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ട് പലരും ഇന്നലെ പിന്നെ വരച്ചിട്ടും ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആരോ ചെയ്തത് ചിലപ്പോൾ നോക്കിയിട്ടൊക്കെ വരച്ചതായിരിക്കാം. ഇങ്ങനെയാണ് ശരിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അല്ലേ. നമ്മളിപ്പോൾ തന്നിരിക്കുന്ന ഫീൽഡ് നെയിമും അതേപോലെ തന്നെ കൺസ്ട്രെയിൻറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിലേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ സ്ട്രക്ചർ കാണണം അല്ലെങ്കിൽ സ്കീമ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈ DESC ടേബിൾ നെയിം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം അല്ലേ. ആ ഒരു ക്വറി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും അതേപോലെ തന്നെ റഫ് റെക്കോർഡിൽ എഴുതിയതൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സെൻഡ് ചെയ്തതെന്നില്ലേ, അപ്പോൾ നിങ്ങൾ റഫ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ എയിം എഴുതണം. പിന്നെ എന്തെങ്കിലും തിയറി ഉണ്ടെങ്കിൽ ആ തിയറി എന്താണ്, ഇപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻറ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കൺസ്ട്രെയിൻറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് തിയറി പാർട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ പ്രൊസീജിയറിൽ നമ്മൾ എന്താണ് കൊടുത്തത്? ഈ കൺസ്ട്രെയിൻറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതിൻ്റെ അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. പിന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് റിസൾട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ ടേബിൾ ക്രിയേറ്റഡ് വിത്ത് പിന്നെ കൺസ്ട്രെയിൻസിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഔട്ട്പുട്ട് ചെയ്താൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അത് റൈറ്റ് സൈഡിൽ എഴുതിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം എഴുതിയ ആ പിന്നെ ക്വറി ആദ്യം എഴുതുക. ഏത് ക്വറി? ക്രിയേറ്റ് ടേബിൾ നെയിം ബ്രാക്കറ്റിൽ നമ്മളിപ്പോൾ കൊടുത്ത ക്വറി ഇല്ലേ, ആ ക്വറി കംപ്ലീറ്റ് ആദ്യം എഴുതുക ലെഫ്റ്റ് സൈഡിൽ. എന്നിട്ട് അതിന് താഴെ ഈ കമാൻഡ് DSC CS3 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ DSC ആ ടേബിൾ നെയിം കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ അത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ടായ ഈ ടേബിള് അതിൽ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ സിസ്റ്റം ഇല്ലാത്തവർ ഈ മൊബൈലിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഈ രീതിയിൽ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ.